ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരണ്യയുടെ പിണക്കം മാറി ശരണ്യയും അലീനയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ചേച്ചി ഇന്ന് പോകേണ്ട, ഇന്ന് ഇവിടെ താമസിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ കൂടെ വരാം. എനിക്ക് ചേച്ചിയോട് കുറെ സംസാരിക്കണം. അതിനിടയിൽ ശരണ്യയുടെ അമ്മ ചായ കൊണ്ടുവരുന്നു. മനു അലീനയെ കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ശരണ്യയും അലീനയും പുറത്തേക്ക് വരുന്നു. ശരണ്യയുടെ അച്ഛൻ അലീനയോട് ചോദിക്കുന്നു, എന്നും ഓരോരോ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അലീന പറയുന്നു, ശരണ്യയെ പഠിക്കാൻ വിടണം. അവൾ പഠിക്കട്ടെ. അവൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കാനോ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്ന പേരിൽ ഒരു സർക്കാർ ജോലിയോ അവൾക്ക് വേണ്ട. അവൾ പഠിച്ച് അഭിമാനത്തോടെ സ്വന്തമായി ഒരു ജോലി വാങ്ങട്ടെ. ശരണ്യയുടെ അച്ഛൻ പറയുന്നു, വലിയ പഠിപ്പ് പഠിപ്പിക്കാനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. ഇതു കേട്ട അലീന, ശരണ്യയുടെ തുടർ പഠനത്തിന്റെ ചിലവ് മുഴുവൻ താൻ നോക്കിക്കോളാം, ഞാൻ പഠിപ്പിച്ചോളാം എന്ന് ശരണ്യയുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുക്കുന്നു. ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന നീ എങ്ങനെ ശരണ്യയെ പഠിപ്പിക്കും എന്ന് മറ്റുള്ളവർ സംശയം പ്രകടിപ്പിക്കുന്നു. അതെല്ലാം താൻ നോക്കിക്കോളാം എന്ന് അലീന പറയുന്നു. അലീനയും മനുവും ഓട്ടോ ഡ്രൈവറായ ഷാജിയേട്ടനെ കാണാൻ വരുന്നു. ഞാൻ ശരണ്യയെ കണ്ട് സമാധാനിപ്പിച്ചു, അലീന പറയുന്നു. നീയെന്തിനാണ് ആ കൊച്ചിനെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചത്? നിന്റെ കാര്യം കഴിഞ്ഞപ്പോൾ നീ അവളെ മറന്നു അല്ലേ? അലീന പറയുന്നു, ഞാൻ ആരെയും നിർബന്ധിച്ച് മൊഴിമാറ്റി പറയിച്ചിട്ടില്ല. ശരണ്യ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഷാജിയേട്ടന്റെ തെറ്റിദ്ധാരണ പറഞ്ഞു തീർത്ത് അലീനയും മനുവും അവിടെ നിന്ന് പോകുന്നു. മനുവും അലീനയും ശരണ്യയുടെ കാര്യം പോകുന്ന വഴിക്ക് കാറിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. മനു ഒരിടത്ത് കാറ് നിർത്തി. രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി. മനു കുറച്ചു നേരം ആലോചിച്ചു നിൽക്കുന്നു. ഇതു കണ്ട അലീന മനുവിനോട് ചോദിക്കുന്നു, എന്തോ ഒരു സീക്രട്ട് ഉണ്ടല്ലോ? മനു തന്റെ ഇഷ്ടം അലീനയോട് പറയുന്നു. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താൽപ്പര്യമുണ്ട്. ബാലചന്ദ്രൻ അങ്കിൾ അത് എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. നിന്നെ കാണുന്നതുവരെ ഞാൻ കല്യാണത്തെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ അത് മാത്രമാണ് എന്റെ ചിന്ത. മറിച്ച് ചിന്തിക്കാൻ ഇനി എനിക്ക് പറ്റില്ല. അലീന അതിന് അനുകൂലമായ ഒരു മറുപടിയൊന്നും പറയുന്നില്ല. എനിക്കും മനുവേട്ടനെ ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം എവിടെ കൊണ്ടുപോയി എത്തിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ വെറുമൊരു സെർവന്റാണ്, ഒരു അനാഥയാണ് എന്നെല്ലാം പറയുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അലീനയോട് ബാലചന്ദ്രൻ മനുവിനെ തിരക്കുന്നു. മനുവേട്ടൻ എന്നെ ഇവിടെ ആക്കി തിരിച്ചുപോയി. എന്തായി ശരണ്യയുടെ കാര്യം? ബാലചന്ദ്രൻ ചോദിക്കുന്നു. അവളെ കണ്ട് ഞാൻ സമാധാനിപ്പിച്ചു. അവളുടെ തുടർ പഠനത്തിന് സഹായിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. നീ എങ്ങനെ അവളെ സഹായിക്കും? അലീന പറയുന്നു, ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവളെ പഠിപ്പിക്കും. ബാലചന്ദ്രൻ ചോദിക്കുന്നു, എന്നാലും നിനക്ക് എന്റെ സഹായം വേണ്ടല്ലേ? അച്ഛൻ സഹായിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരുപാട് കാലം എനിക്കത് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. എന്നാലും നീ ഇങ്ങനെയല്ല എന്നോട് പറയേണ്ടിയിരുന്നത്. നമുക്ക് കുറച്ചു തുക ശരണ്യയുടെ പഠനത്തിന് വേണ്ടി നീക്കിവെക്കാം എന്നല്ലേ? നമുക്ക് എന്തായാലും നോക്കാം. അവൾ രക്ഷപ്പെട്ടാൽ നമുക്ക് സമാധാനമായില്ലേ?